ടിഫിനിലൊക്കെ ലഞ്ച് ടൈം നമുക്ക് പെട്ടെന്ന് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇപ്പം പെട്ടെന്ന് മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു ബ്രിഞ്ചോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റപ്പ് ആക്കിയിട്ടൊന്ന് ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തു വിടാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഇപ്പൊ ഞാൻ ബ്രിഞ്ചോള് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ബ്രിഞ്ചോള് ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിന് ആവശ്യത്തിന് മുളക് പൊടി, ഇത് എരിവിനനുസരിച്ചിട്ടാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് എന്താ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. നല്ല മുളക് പൊടി പൊടിപ്പിച്ചതൊക്കെ ആണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത് ആവശ്യത്തിന്. ഇത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മാരിനേഷൻ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ബ്രിഞ്ചോളിന്റെ ഇത് മാരിനേഷൻ ചെയ്യാറ്. കാരണം മസാല ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചൊരു 2-3 ഡ്രോപ്പ് ഇട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. സോ നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനിടാം. അപ്പൊ നമ്മള് ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണ്. അപ്പൊ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ക്രിസ്പായിട്ട് എടുക്കാറുള്ളത്. ഹാഫ് വേവിൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ് ഒരു 5 to 10 മിനിറ്റ്സ് ആണ് ഇതൊന്ന് ആയി വരാനുള്ള ടൈം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇടാം. നിങ്ങൾക്ക് ഹാഫ് വേവിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. നല്ല ക്രിസ്പായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ക്രിസ്പായിട്ടാണ് ചെയ്തിട്ട് എടുക്കാറുള്ളത്. എനിക്ക് അങ്ങനെ ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. ഇത് ശരിക്കും പറഞ്ഞാൽ ചോറിന്റെ കൂടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയാലും കഴിക്കാം. പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ഫ്രൈ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ്. വളരെ സിമ്പിൾ ആണ്. വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സഡൻ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ബ്രിഞ്ചോൾ ഓഫ്കോഴ്സ് എല്ലാവരും വീട്ടിലും കാണും. കാരണം സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. ഞാൻ ക്രിസ്പായിട്ട് എടുത്തത്, എനിക്ക് അങ്ങനെ വയ്ക്കാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് അനുസരിച്ച് എന്താ പറയുക, നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഓരോന്നായിട്ട് ഇവിടെ തന്നെ ബൗളിലിടാം. അപ്പൊ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല ക്രിസ്പായിട്ടാണ് ഉള്ളത്. അപ്പൊ ചോറിന്റെ കൂടെയൊക്കെ ഈ ചൂടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നിച്ചിട്ട് ഒരു കുറച്ച് കേടും ചോറും ബ്രിഞ്ചോൾ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒരു ആവശ്യവും ഇല്ല. അപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാവും. പക്ഷേ ഇപ്പം കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ലഞ്ചിന് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കി കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. സോ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.